മുരീം ലോഗിൻ മാൻഹ്വ മലയാളം എക്സ്പ്ലനേഷൻ 7-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നാശിച്ച കീടങ്ങൾ എന്നലറിക്കൊണ്ട് ജോപ്പിൽ കൈവീശിയപ്പോൾ ഹിക്മ്യൂജിന്റെയും ഹാനിയോപ്പിന്റെയും ആയുധങ്ങൾ ഒടിഞ്ഞു പറന്നുപോയി. അവന്മാർക്കത് വിശ്വസിക്കാനായില്ല. ഉടനെ ജോപ്പിൽ അവന്മാരെ ആക്രമിക്കാനായി ഇടത്തെ കൈയിൽ ശക്തി ശേഖരിച്ചപ്പോൾ ജിൻഡേക്കിങ്ങിന് ഒരു ഓപ്പണിംഗ് കിട്ടി. ജോപ്പിൽ ശക്തമായി ഹാനിയോപ്പിനെയും ഹ്യുക്കിനെയും അടിച്ച് പറത്തിവിട്ടു. അപ്പോൾ തന്നെ പിയേഴ്സ് ഓഫ് ദ ഹെവൻ എന്ന് പറഞ്ഞ് ജിൻഡേക്കിങ് ജോപ്പലിന് നേരെ കുത്തി. എന്നാൽ അയാൾ അതിവേഗം കുന്തമൊഴിവാക്കി ജിന്നിന്റെ വയറിന്റെ സൈഡിൽ വെട്ടിപ്പോയി നിന്നു. ഇതെല്ലാം ഹ്യുക്കും ഹാനിയോപ്പും നിലത്ത് വീഴുന്നതിനുള്ളിൽ നടന്നിരുന്നു. ജിൻ ചാടി മാറി നിന്നു. അപ്പോൾ എന്താ നടന്നതെന്ന് പോലും ജിന്നിന് മനസ്സിലായിരുന്നില്ല. കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനിൽ പോലും അല്ലായിരുന്നു ജോപ്പില്. ഭാഗ്യത്തിന് ശരീരം കറക്റ്റ് ടൈമിന് ചരിച്ചതുകൊണ്ട് ഗുരുതരമായ പരിക്കൊന്നും കിട്ടിയില്ല എന്ന് ജിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിവേഗം അടുത്തു വന്ന ജോപ്പില് തുരിതുരെ ആക്രമിക്കാൻ തുടങ്ങി. ജിൻ പിറകോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അയാളൊന്ന് ഭ്രാന്തമായി ചിരിച്ചിട്ട് ഒരാക്രമണം കൂടി അഴിച്ചുവിട്ടു. അതിൽ ജിന്നിന്റെ തോളിലും വയറിലും വലത്തെ തുടയിലും മുറിവേറ്റു. ജിന്നിനത് വിശ്വസിക്കാനായില്ല. എന്നാലും നീ ആയുധം താഴെ ഇടത്തില്ല അല്ലേ? നിനക്കിതും തടയാനായാൽ ഞാൻ നിന്നെ അഭിനന്ദിക്കാം എന്ന് പറഞ്ഞ് തീയിൽ പൊതിഞ്ഞ തന്റെ കരം ജോപ്പിൽ ഉയർത്തി. ജിൻ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ജോപ്പിലിന്റെ ശക്തമായ പ്രഹരം ജിന്നിന്റെ നെഞ്ചേറ്റു വാങ്ങി. ആ പ്രഹരമേറ്റ് ജിൻ വളരെ ദൂരം കാട്ടിലേക്ക് തെറിച്ചു പോയിരുന്നു. മഞ്ഞിൽ അവന്റെ ശരീരം പതിച്ചിടത്തെല്ലാം ചോര. ശക്തമായ ആക്രമണമേറ്റ ജിൻ ഒരു മരത്തിൽ പോയി തട്ടി വീണിരുന്നു. അവൻ ചോര വരെ ഛർദ്ദിച്ചുപോയി. തന്റെ ശരീരം തീ പിടിക്കുന്ന പോലെയാണ് അവന് തോന്നിയത്. അവനത് എന്താണെന്ന് മനസ്സിലായില്ല. അവന് തന്റെ ശരീരത്തിലേക്ക് ശക്തിയൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതായി തോന്നി. അപ്പോഴാണ് ജോപ്പിൽ അവിടേക്ക് നടന്നു വരുന്നത്. അയാളെ കണ്ടതും ഒട്ടും വയ്യെങ്കിലും ജിൻ കുന്തത്തിൽ താങ്ങി എണീറ്റു. അത് കണ്ടിട്ട് ജോപ്പിലിന് അത്ഭുതം. 5th മാസ്റ്റർ സ്കില്ലായ ഡിവൈൻ പാം ഓഫ് ഫയർ കൊണ്ട് അടി കിട്ടിയിട്ടും നിനക്ക് എണീക്കാനാകുമല്ലേ? നിനക്ക് നല്ല കരുത്തുണ്ട്. അയാൾ തന്റെ ഇടത്തെ കൈയിൽ പിന്നെയും തീ ആവാഹിച്ചു. ഉടനെ ജിൻ അയാൾക്ക് നേരെ കുന്തം കൊണ്ട് കുത്തി. തന്റെ കഴുത്തിന് നേർക്കുവന്ന കുന്തം ജോപ്പിൽ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് അതിന്റെ മുന അനായാസം ഒടിച്ചു കളഞ്ഞു. തോൽക്കേണ്ടത് എപ്പോഴാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? ഈ അവസ്ഥയിൽ നിനക്ക് ഒരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല. ഓപ്പ് ചാകട എന്ന് അലറിക്കൊണ്ട് കുന്തത്തിന്റെ പിടി വിട്ടിട്ട് അയാളെ ആക്രമിക്കാൻ ജിൻ കുതിച്ചു. ഞങ്ങൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞതിനാൽ ഇതാണ് എന്റെ ലാസ്റ്റ് ചാൻസ്. എനിക്ക് പറ്റുന്നത്രയും ചീ ശേഖരിച്ച് അയാളുടെ മർമ്മത്തിൽ ആക്രമിക്കണം. അതിന് സാധിച്ചാൽ എനിക്ക് ഈ പോരാട്ടം. എന്നാൽ തന്റെ ശരീരം മുഴുവൻ എന്തൊക്കെയോ സംഭവിച്ച് ചോര ഛർദ്ദിച്ച് ജിൻ ജോപ്പിലിന്റെ മുന്നിൽ വീണു. എന്താണ് സംഭവിച്ചതെന്ന് ജിന്നിന് മനസ്സിലായില്ല. അവൻ സംസാരിക്കാനോ ചലിക്കാനോ ആവാതെ അവിടെ കിടന്നു. ഇത് കണ്ട് ജോപ്പിൽ പൊട്ടിച്ചിരിച്ചു. ഈ മണ്ടൻ എവിടുന്നാ വന്നത്? ഡിവൈൻ പാം ഓഫ് ഫയർ കൊണ്ട് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ചീ സർക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് നിനക്ക് അറിയില്ലേ? നീ സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച ചീക്ക് പോകാൻ ഒരു ഇടവുമില്ല. അതുകൊണ്ട് നിനക്ക് ചീ ഡീവിയേഷനോ മരണം വരെയോ സംഭവിക്കാം. നിനക്കേറ്റ പരിക്ക് ഇത്ര ഇതിലൊതുങ്ങിയതിൽ ഭാഗ്യമെന്ന് കരുതിക്കോ. ഇല്ല, നിക്ക്, നീ എന്നാലും ചാകാൻ പോകുക. എന്നാൽ നിനക്ക് നേരത്തെ ചാകത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ ആരിശത്തിൽ ജോപ്പിൽ ആക്രമിക്കാൻ തുടങ്ങി. നാശം, ഞാൻ ഇങ്ങനെ മരിക്കാൻ പോവാണോ? അത് പറ്റില്ല. കഴിഞ്ഞ 7 വർഷമായി ഞാൻ ആയിരക്കണക്കിന് പോരാട്ടങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഗെയിമിലെ പോരാട്ടത്തിൽ ഞാൻ മരിക്കാൻ പോവാണോ? ഗെയിം? അതെ, ഇതൊരു ഗെയിമല്ലേ? യാത്രാമംഗളങ്ങൾ എന്ന് പറഞ്ഞ് ജോപ്പിൽ ആക്രമിക്കാൻ വന്നു. നിൽക്കൂ, 1 മിനിറ്റ് താടോ. അയ്യോ, എന്നെ രക്ഷിക്കോ. അപ്പോൾ ജോപ്പിൽ എന്ന് ആരോ ഉറക്ക വിളിച്ചു. അത് ഹ്യുക്മ്യൂജിനും ഹാനിയോപ്പുമായിരുന്നു. എടോ മരയുള്ള ജോപ്പിലെ, ഇങ്ങോട്ട് വാടാ, ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡറിനെ വെറുതെ വിടണോ എന്ന് അവന്മാര്. അത് കേട്ട് ജോപ്പിൽ നിന്നതിനാൽ ജിൻ തൽക്കാലം രക്ഷപ്പെട്ടു. ഞാൻ എന്റെ മനസ്സ് മാറ്റി. അവന്മാരെ ആദ്യം കൊല്ലണം. അപ്പോൾ മണ്ടന എന്നാ നീ പറഞ്ഞത്? ഈ സമയമെല്ലാം ഞാൻ ഫൈറ്റ് ചെയ്തത്. നീ എന്താ പറയുന്നത്? നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാറായോ? ഈ സമയമെല്ലാം ഞാനൊരു മണ്ടനെ പോലെയാ ഫൈറ്റ് ചെയ്തതെന്ന്. എക്യുപ് ഡാഗർ. ജിൻ കഠാര കൊണ്ട് ഉടനെ തന്നെ ജോപ്പലിന്റെ കണങ്കാലിൽ വെട്ടി. ഒട്ടും വിചാരിക്കാതെ വന്ന ആക്രമണത്തിൽ ജോപ്പിൽ പിറകിലേക്ക് വീണു. ഉദിച്ചെത്തിയ ജിൻ എക്യുപ് ഡാഗർ, എക്യുപ് ഡാഗർ, എക്യുപ് ഡാഗർ എന്ന് പറഞ്ഞ് പലകുറി ജോപ്പലിന്റെ ഇടത്തെ കാലിൽ ആഞ്ഞാഞ്ഞ് കുത്തി. ആരിശം കയറി ജോപ്പൽ ജിനിന്റെ ഇടത്തെ കൈയിൽ കയറി പിടിച്ചിട്ട് കൈ ഒടിച്ചു കളഞ്ഞു. എന്നിട്ട് ജിനിന്റെ നെഞ്ചിൽ ശക്തമായി അടിച്ച് തേർപ്പിച്ചു കളഞ്ഞു. ജിൻ മരത്തിൽ പോയി ഇടിച്ചു വീണു. ആരിശത്തിൽ അയാൾ കാലിൽ നിന്ന് കഠാര വലിച്ചൂരി. ഇത്തരം പറ്റീരിനൊക്കെ ഞാൻ വീണു പോയെന്ന് ഓർക്കുമ്പോൾ ഇടത്തെ കൈയൊടിഞ്ഞ് അടികൊണ്ട് അവശനായി കിടക്കുന്ന ജിനിനെ അയാൾ നോക്കി.
ജിൻ ഒടിഞ്ഞ കൈ അനക്കാൻ നോക്കുന്നു. നീ തോക്കാൻ തയ്യാറല്ലല്ലേ? ജോപ്പെൽ പിന്നെയും ആക്രമിക്കാൻ ഒരുങ്ങി. അപ്പോൾ ബാക്കി 2 ടീംമേറ്റ്സ് കൂടി അവിടേക്ക് വന്നു. എന്നാൽ ചാകട എന്ന് അലറിക്കൊണ്ട് ഇരു കൈയാലെ ജോപ്പെൽ ജിന്നിന്റെ നെഞ്ചത്ത് തന്നെ ശക്തമായി ആക്രമിച്ചു. ജിൻ ചാരി നിന്ന മരത്തിലൂടെ വരെ ആ പ്രഹരം കടന്നുപോയി. ചോര തെറിച്ചു. ജിൻ ചോര തുപ്പി. എന്നാൽ ജോപ്പെലിന്റെ ശരീരം വിറയ്ക്കാൻ ആരംഭിച്ചു. നീ എന്താ ചെയ്തത്? ആ ചോര വീണത് ജോപ്പെലിന്റെ ശരീരത്തു നിന്നായിരുന്നു. ടീംമേറ്റ്സിനെ കണ്ടത് വിശ്വസിക്കാനായില്ല. നിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ജിന്നിന് സംഭവിച്ചതുപോലെ തന്നെ ചീ ബ്ലോക്കേജ് വന്ന് ജോപ്പെലിന്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്നു. നിന്നെ കൊണ്ട് പറ്റുന്നത്ര ചീ ശേഖരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. ചീയുടെ ബ്ലോക്കേജും ബാക്ക് ഫ്ലോയും ചീ ഡീവിയേഷൻ. ജോപ്പെലിന്റെ വയറ്റിൽ ജിന്നൊരു വാള് കുത്തി ഇറക്കിയിരുന്നു. എങ്ങനുണ്ടാ തെണ്ടി? ജോപ്പെൽ അലറി വിളിച്ചുകൊണ്ട് വാൾ ഊരി വലിച്ചെറിഞ്ഞു. ഇത് അസാധ്യമാണ്. 1 വേർഡ് 1 സ്ട്രൈക്ക്. ജോപ്പെൽ എന്ന എന്നോട് ഒരു പീറച്ചക്കൻ ഇതെങ്ങനെ ചെയ്യാനാവും എന്ന അരിച്ചതിൽ പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിൽ ചീ ശേഖരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ ചോര ഛർദ്ദിച്ചുകൊണ്ട് നിലത്തു വീണു. നാശം, ഞാനിത് അംഗീകരിക്കില്ല. അവസാനം കഴിഞ്ഞു. ഈ അവസ്ഥയിൽ ഇയാൾ ഇനി എന്നെ ആക്രമിക്കില്ല. എനിക്ക് ശക്തിയൊന്നും കിട്ടുന്നില്ല. എന്നാലും ഇവന്മാര് തന്നെ നോക്കി നിൽക്കുന്നേ. വേഗം വന്നതിനെ രക്ഷിക്ക്. വിറച്ചു നിൽക്കുന്ന ടീംമേറ്റ്സിനെ കണ്ട് ജിൻ ചിന്തിച്ചു. എന്നാൽ അവര് കണ്ടത് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് എണീറ്റ് നിൽക്കുന്ന ജോപ്പെലിനെ ആയിരുന്നു. ഞാൻ ജോപ്പെൽ, ഡിവൈൻ പാം ഓഫ് ഫയറിന്റെ 19ാം പിൻഗാമിയായ 1 വേർഡ് 1 സ്ട്രൈക്ക് ജോപ്പെലാണ് ഞാൻ. അതിനർത്ഥം നിന്നെ പോലെ ഒരാളോട് ഞാൻ ഒരിക്കലും തോൽക്കാൻ പാടില്ലെന്നാണ് എന്ന് പറഞ്ഞ ഉടനെ അയാൾ തന്റെ ചീ എല്ലാം പുറത്തേക്ക് വിട്ടു. ഇയാൾ എന്നെ ഈ ചെയ്യുന്നേ? ഇയാൾക്ക് ചീ ഡീവിയേഷൻ സംഭവിച്ചതല്ലേ? ജോപ്പെലിന്റെ കറുത്ത തലമുടി പയ്യെ നരയ്ക്കാൻ തുടങ്ങി. അല്ല നിക്ക്, ഇയാള് സ്വന്തം ജീവശക്തി ഉപയോഗിച്ച് കഷ്ടിച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. രക്തവര പിടിച്ച ഭീകരരൂപിയെ പോലെ ആയി മാറി ജോപ്പെൽ. എന്നെ കൊല്ലാൻ നീ ഇത്ര കഷ്ടപ്പെടണോ? ജിൻ ഒടിഞ്ഞ കുന്തത്തിന്റെ കമ്പെടുത്തു. എന്റെ ചീയെല്ലാം തീർന്നിരിക്കുന്നു. എന്റെ ഇടത്തെ കൈ ഒടിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിന്റെ അറ്റാക്ക് എനിക്ക് തടയാനുമാവില്ല. അത് ഉപയോഗിക്കാതെ ഇനി എനിക്ക് മറ്റു മാർഗങ്ങളില്ല. ജോപ്പെൽ കാരണമുള്ള മരണം അല്ലെങ്കിൽ ചീ ഡീവിയേഷൻ കാരണമുള്ള മരണം. തോറ്റാൽ ഉറപ്പായും മരിക്കും. ജിൻ തന്റെ കണ്ണുകൾ അടച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു. ഇത് മാത്രമേ എനിക്കിപ്പോൾ ചെയ്യാനാവൂ. ജിന്നിന്റെ ചീ കടന്നു എന്നത് ആ നിഗൂഢമായ ചീ കോൺസെൻട്രേഷനിലേക്കായിരുന്നു. അവനത് ഉപയോഗിക്കാനായി തയ്യാറായി. അത് പൊട്ടിത്തുറക്കാൻ ആരംഭിച്ചു. അതിശക്തമായ ചീ പ്രവാഹം അവന്റെ ശരീരത്ത് നടന്നു. അവന്റെ ശരീരം ഭീകരമായ ശക്തി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി. അപ്പോഴാണ് ചാകട എന്ന അലറിക്കൊണ്ട് ആക്രമിക്കാനായി ജോപ്പെൽ ജിന്നിന് നേരെ കുതിച്ചു വരുന്നത്. ക്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി ട്രെയിനികൾ തിരിഞ്ഞു നോക്കി. എന്താ സംഭവിച്ചത്? ഇതാരാ ചെയ്തത്? ഞാനാ. ജിൻഡേക്കും 20 വയസ്സ്, ബർത്ത് പ്ലേസ് ജിയോങ്ജിഡോ റീജിയൻ, എഫ് റാങ്ക് അവേക്കണർ. നീ തന്നെയാണോ ഇത് ചെയ്തത്? ട്രെയിനർ ചോദിച്ചു. അതെ, ശരിയാണ്. എന്തു തോന്നുന്നെന്നോ? 15 വർഷമായി ഞാൻ ഈ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നാലും ഇങ്ങനെയൊന്ന് ആദ്യമായാണ്. ഒരു ഡി റാങ്ക് ഹണ്ടറിന്റെ അത്ര ശക്തി വരും ഈ അറ്റാക്കിന്. ജിൻ ട്രെയിനിങ്ങിനുള്ള ആ വസ്തു തകർത്ത് നശിപ്പിച്ചിട്ടിരിക്കുന്നത് കണ്ട് അയാൾ പറഞ്ഞു. എനിക്കതറിയായിരുന്നു. എനിക്ക് വേറെ ഏതോ റാങ്ക് തന്നു പറ്റിച്ചതാ. എന്നാ ഞാൻ പോവാ എന്ന് പറഞ്ഞ് വേദനിച്ച് ബുദ്ധിമുട്ടി ജിൻ പോകാൻ ശ്രമിച്ചു. പക്ഷേ ഇത് പറ്റില്ല. എന്നാ? അതല്ല, നിന്റെ സ്കില്ലൊക്കെ കൊള്ളാമെന്നത് ശരി തന്നെ. ഒരു ഡി റാങ്കിനെ അത്ര പെട്ടെന്ന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമല്ലത്. ഇവിടെ പ്രശ്നം നിന്റെ ശരീരത്തിലാണ്. നിന്റെ ശരീരത്തിന്റെയും മനാപ്പൂളിന്റെയും ലിമിറ്റ് ഒരു എഫ് റാങ്ക് ഹണ്ടറിൻ്റെതാണ്. നീ നിന്നെ തന്നെ ഒന്ന് നോക്കിയേ. ആ സ്കില്ല് ഒരു തവണ ഉപയോഗിച്ചപ്പോഴേക്കും തന്നെ നീ തീർന്ന്. അപ്പൊ വേറെ വഴിയൊന്നുമില്ലേ? അതിന് ആദ്യം ചെയ്യേണ്ടത് നിന്റെ അടിസ്ഥാന കഴിവുകൾക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെന്ന് നീ ഉറപ്പാക്കണം. അതോടൊപ്പം അസാധാരണമായ ടെക്നിക്കുകളും എക്സെപ്ഷണൽ ബാറ്റിൽ സെൻസും വേണം. എന്തായാലും നിനക്ക് ദീർഘായുസ് വേണമെങ്കിൽ ഈ സ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിച്ച്. പ്രത്യേക സാഹചര്യങ്ങളോ? എങ്ങനാന്ന് വെച്ചാൽ നിന്റെ ജീവൻ അപകടത്തിലാകുമ്പോൾ ഒരിക്കലെങ്കിലും നിന്നെ രക്ഷിക്കാൻ ഈ സ്കില്ലിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഈ സ്കില്ലിന് പേര് വല്ലതും കൊടുത്തിട്ടുണ്ടോ നീ? പേര് ഉണ്ട്. പക്ഷേ എന്തോ അത്? എന്റെ ശക്തി എന്തോ? ജോപ്പെലിനെതിരെ ജിൻ തന്റെ സ്കില്ല് ഉപയോഗിക്കാൻ തയ്യാറായി. എന്റെ എല്ലാ ശക്തിയും കൊണ്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞവൻ ശക്തമായി അറ്റാക്ക് ചെയ്തു. അവരുടെ ശക്തമായ ആക്രമണത്തിന്റെ ഫലമായി കാറ്റാഞ്ഞു വീശി.
മഞ്ഞു ചുറ്റും വ്യാപിച്ച് ഒരു പുകമറ പോലെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയായി. ജിന്നിന്റെ ടീംമേറ്റ്സ് പേടിച്ച് വിറച്ചു നിന്നു. മഞ്ഞ് പയ്യെ നീങ്ങിയപ്പോൾ വെളുത്ത മഞ്ഞിൽ രക്തം ചിതറിക്കിടക്കുന്നു. ജിന്നിന്റെ കുന്തത്തിന്റെ പിടി തകരാറായ മട്ടിൽ. അവന്റെ കൈ പൊള്ളി കയ്യിൽ നിന്ന് നീരാവി വരെ പ്രവഹിക്കുന്നു. ജിന്നൊന്ന് കൈ അനക്കിയപ്പോൾ അതുകൂടി പൊടിഞ്ഞു വീണു. ജിൻഡേക്യുങ്ങിന് ജീവനുണ്ട്, അവൻ അവശനാണ്. ജോപ്പലിനും ജീവനുണ്ട്. ശക്തിയെല്ലാം തീർന്നുപോയ ജിൻ താഴെ തളർന്നു വീണു. നീ ക്വസ്റ്റ് പൂർത്തിയാക്കിയിരിക്കുന്നു. 1 വേർഡ് 1 സ്ട്രൈക്ക് ജോപ്പലിനെ നീ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നിനക്കുള്ള റിവാർഡ് തരുന്നു. ജോപ്പലിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ ഇല്ലായിരുന്നു. അയാളുടെ ചോര ആ മഞ്ഞിലൊരു രക്തക്കുളം തന്നെ ഉണ്ടാക്കി. അതിൽ ജിൻ തളർന്നു കിടന്നു. അപ്പോൾ ജിന്നിന്റെ അരികിൽ മറ്റൊരു കാൽപാദം. ജിൻ നോക്കിയപ്പോൾ കണ്ടത് അയാൾ ജോപ്പലിന് മുന്നിൽ നിൽക്കുന്നതാണ്. ജിന്നിന്റെ കണ്ണ് അടഞ്ഞ് അവൻ ബോധം മറയാറായപ്പോൾ ജോപ്പലിന്റെ തല വന്ന് അവന്റെ മുന്നിൽ വീണു. ജോപ്പലിന്റെ തല അറുത്തുമാറ്റി അയാളുടെ അവശേഷിച്ച ജീവൻ കൂടി വകവരുത്തി കുട്ടി സിയോച്യുവൻ ഉറക്ക വാവിട്ട് കരഞ്ഞു. അവൻ തന്റെ നാടിന്റെയും നാട്ടുകാരുടെയും മാതാപിതാക്കളുടെയും ഘാതകന്റെ തലയറുത്ത് പ്രതികാരം ചെയ്തിരിക്കുന്നു. അതാ അവിടുണ്ട്, മാജിക് ജംസ് കുറേ കിട്ടി. ലീഡർ, ഈ റെയ്ഡിൽ നമുക്ക് ലോട്ടറി അടിച്ചെന്നാ തോന്നുന്നത്. ഇത്ര വലിയ മാജിക് സ്റ്റോണിന് നല്ല വില കിട്ടുമെന്ന് ലീഡറും പറഞ്ഞു. ആ ഹണ്ടേഴ്സിന്റെ ഗ്രൂപ്പിൽ വൈസ് ലീഡറായി ജിൻഡേക്യുങ്ങും ഉണ്ടായിരുന്നു. അവനും ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമായി. പൈസ പ്രശ്നങ്ങളെല്ലാം തീരുന്നതായി അവൻ സ്വപ്നം കണ്ടു. അപ്പോൾ ജിൻഡേക്യുങ്ങിനോട് അതിലൊരുവൾ ചോദിച്ചു, വൈസ് ലീഡർ, ഇത്രയും മാജിക് ജംസ് കിട്ടുന്നത് നോർമലാണോ? കല്ല് കണ്ട് കണ്ണു മഞ്ഞളിച്ച് നിൽക്കുന്ന ജിൻ ഇതെവിടെന്ന് കേൾക്കുന്നു? ഇത് നിന്റെ ആദ്യത്തെ റെയ്ഡാണോ? മറ്റൊരാൾ ആ യുവതിയോട് ചോദിച്ചു. അതെ എന്ന് മറുപടി. വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ. സാധാരണ എഫ് റാങ്ക് ഗേറ്റുകളിൽ ഇതുപോലെ 1 or 2 മാജിക് സ്റ്റോൺസ് ഉറപ്പായും കാണും. പിന്നെ ഭാഗ്യം തുണച്ചാൽ പരമാവധി 5 എണ്ണം വരെ കിട്ടും. മാത്രമല്ല, നമ്മൾ ഇതുവരെ റെയ്ഡ് തീർത്തിട്ട് പോലുമില്ല, അയാൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ എത്ര ദൂരം വരെ വന്നു എന്ന് ഗ്രൂപ്പ് ലീഡർ ചോദിച്ചു. അവസാനം അടുക്കാറായി. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ ബോസ് ഏരിയയിൽ ചെല്ലും. ലീഡറിന് എന്നാലും എന്തോ പോലെ തോന്നി. എന്നാൽ ജിന്ന് കുന്തവും തൂക്കി ഭയങ്കര ആവേശത്തില്, എന്നാ വാ, പെട്ടെന്ന് പോയാ തെണ്ടികളെയെല്ലാം കൊല്ലാം എന്നൊക്കെ. നിക്ക്, പോവാൻ വരട്ടെ. ആദ്യം ഇതൊന്ന് വ്യക്തമായി ചിന്തിക്കണം. ഹ്യുങ്ങേ, അല്ല ലീഡറെ, ഇതിൽ ചിന്തിക്കാൻ എന്തിരിക്കണ് എന്ന് ജിന്ന്. ഇല്ല, അതാണ് പ്രശ്നം. നമ്മൾ ഇതുവരെ നേരിട്ട എല്ലാ ശത്രുക്കളും കോമൺ ഗോബ്ലിൻസ് ആണ്. അതുകൊണ്ട് ഇത്രയധികം മാജിക് ജംസ് ഇവിടുന്ന് കിട്ടിയതിൽ എന്തോ പന്തികേടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു എന്ന് ലീഡർ പറഞ്ഞു. എന്തു പ്രശ്നം? ഇത്രയും നല്ല റെയ്ഡ് ഉപേക്ഷിച്ചിട്ട് പോയാൽ നിങ്ങൾക്കാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ നോക്കിക്കേ, എല്ലാ ടീമേറ്റ്സിനും ഇത് കംപ്ലീറ്റ് ആക്കണമെന്നാണ് ജിൻ പറഞ്ഞു. നിങ്ങളുടെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നിരുന്നാലും ആവശ്യത്തിലധികം മാജിക് ജംസ് കിട്ടിയില്ലേ? ഇതുകൊണ്ട് തൃപ്തി അടഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ നോക്കാം എന്ന് ലീഡർ. ഞാനതിനെതിരാണ്. ഞാനും എതിരാണ്. എന്നാ ഞാനും എതിരാണ്. മറ്റു വഴികളില്ലാതെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗ്രൂപ്പ് ലീഡർ അത് അംഗീകരിച്ചു. പക്ഷേ നല്ല പോലെ ഗിയറപ്പ് ചെയ്യണമെന്ന് ഗ്രൂപ്പ് ലീഡർ ഓർഡർ ഇടുകയും ചെയ്തു. അവർക്കെല്ലാം സന്തോഷമായി. ശേഷം നമ്മൾ കാണുന്നത് അതിഭീകരമായി പേടിച്ച് മരവിച്ച് നിന്നുപോയ ജിൻഡേക്യുങ്ങിന്റെ മുഖമാണ്. അവന്റെ ടീംമേറ്റ്സിന്റെ പലരുടെയും ശരീരം തുണ്ടം തുണ്ടമായി അവന്റെ മുന്നിൽ വന്നു പതിച്ചു. അത് ചെയ്ത ഭീകരജീവിയുടെ മുന്നിൽ അവൻ ഒന്നുമല്ലാതെ മരവിച്ച് നിന്നുപോയി. തനിക്ക് നേരെ നോക്കിയ ചുവന്ന കണ്ണുകളിൽ ജിൻ പതറി നിന്നപ്പോൾ ഗ്രൂപ്പ് ലീഡർ വയ്യാതെ ജിന്നിന്റെ പേര് വിളിച്ച് ഇഴഞ്ഞു വന്നു. എന്നാൽ ഉടനെ തന്നെ ആ ഭീകരജീവിയുടെ കാൽ അയാളുടെ ശരീരത്തിൽ ശക്തമായി പതിച്ചു. ചോര ഛർദിച്ച് അവസാന നിമിഷത്തിലും അയാൾ ജിന്നിനോട് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. ചിയോൻസു ഹ്യുങ് എന്ന തന്റെ കൂട്ടുകാരന്റെ മരണം ജിന്നിന് അശക്തനായി നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. തന്റെ കൂടെയുള്ള എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. ഈ ദുസ്വപ്നം കണ്ടുകൊണ്ട് നിലവിളിച്ചാണ് ജിൻ ചാടി എണീക്കുന്നത്. അവൻ ഒരു മുറിയിൽ കട്ടിലിലായിരുന്നു. മുറിവെല്ലാം വെച്ച് കെട്ടിയിരിക്കുന്നു. അവസാനം നീ ഉണർന്നല്ലേ?